മറ്റൊരു തരത്തിലുള്ള സംശയമുള്ളത്, കുട്ടിക്ക് ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ് എന്നതാണ് പ്രശ്നം. കുറേ സൗഭാഗ്യങ്ങൾ അവൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിടുവാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ മരണത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ചെറിയ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണം ആഗ്രഹിക്കുന്നത്? ഇതുപോലെ തന്നെ മറ്റൊരു ഉമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കാകുന്ന വിധം നബിമാരുടെയും സഹാബിമാരുടെയും കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണെന്നും ക്ഷമിച്ചാൽ സ്വർഗമുണ്ടെന്നുമൊക്കെ. എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും മരണത്തെ ആഗ്രഹിക്കുന്നു. എന്തിനു മുതിർന്നവരെ അനുസരിക്കണമെന്നൊക്കെ അവൻ ചോദിക്കുന്നു, നല്ലൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ വിഷാദം അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഈ മുതിർന്ന ആളുകൾക്ക് മാത്രമുള്ളൂ എന്ന് വിചാരിക്കുക. ശരിക്കും ഈ കുട്ടികൾക്ക് അത് നന്നായിട്ടുണ്ട്, നമ്മളെക്കാളും ഉണ്ടാവും. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അപകടത്തെക്കുറിച്ച് കേട്ടാൽ നമുക്ക് ധൈര്യം നൽകുന്ന പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കടന്നു വരും. പക്ഷെ കുട്ടികൾക്ക് അത് കടന്നു വരില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടിയെ പുലി പിടിച്ചൊരു വാർത്ത കണ്ടല്ലോ. കുട്ടീനെ പുലി പിടിച്ച് കുട്ടി മരിച്ചു. അപ്പോൾ ആ കുട്ടീനെ തോളിലിട്ട് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ കണ്ടിരുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒട്ടനവധി കുട്ടികൾ എന്ത് ചെയ്തു, ഈ വാർത്ത കണ്ടു. 3 കുട്ടികൾ മാനസികമായി പ്രശ്നമായത് എൻ്റെ അടുത്ത് തന്നെ കേസ് വന്നു. അപ്പൊ എത്ര കുട്ടികളുണ്ടാവും? അപ്പോൾ ഈ ഒരു ഒറ്റപ്പെട്ട ഒരു വാർത്ത ആ പ്രായത്തിലുള്ള നിരവധി കുട്ടികളെ മാനസികമായി തകർത്ത് കളയാണ്. അപ്പോൾ അത് വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. ചില കുട്ടികൾ പേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യൂല, ഒന്നും മൂത്രം ഒഴിക്കാൻ പോലും കഴിയൂല. ചില കുട്ടികളുടെ മൂത്രം വരെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, ഭയം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളെ നമ്മൾ തടയണം. അപ്പോൾ എന്തും ഫോണിൽ കാണുക, അവർക്ക് പേടിണ്ടാവും. എപ്പോഴും ആംബുലൻസ്, ICU അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ മോഡൽസൊക്കെ ഇതിൽ വരും. ശരിക്കുള്ള സർജറിയുടെ ലൈവ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഏതെങ്കിലും അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നതോടുകൂടെ എന്ത് ചെയ്യും, കുട്ടിയുടെ മാനസിക നില തെറ്റും. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളുടെ ആ പിഞ്ചു മനസ്സുകളിൽ ഭയമുണ്ടാക്കുന്ന അവസ്ഥകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യുക, ധൈര്യം നൽകാവുന്ന രൂപത്തിലുള്ള ചില ചിന്തകളെ മനസ്സിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയാണ് എന്നൊരാൾ 3 പ്രാവശ്യം രാവിലെ പറയുകയാണെങ്കിൽ എന്തില്ല, അയാൾക്ക് അന്നൊരു ഉപദ്രവവും വരില്ല. അപ്പോൾ ആ കുട്ടി അങ്ങനെ വിശ്വസിക്കും. അപ്പോൾ എനിക്ക് ആക്സിഡന്റ് പറ്റൂ, എന്നെ പുലി പിടിക്കോ, എന്നെ ആന പിടിക്കോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന കുട്ടിയോട് നമ്മൾ പറയാണ്, രാവിലെ ഇത് ചെല്ലിയ മോനെ, അന്നൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു വിവരമാണ്. അതവൻ രാവിലെ ചെല്ലും, മനസ്സിലല്ലേ, പിന്നെ അവന് പേടിണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ധൈര്യം നൽകാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അള്ളാഹു നമുക്കെല്ലാം കാവലാണ്, അള്ള വിചാരിച്ചത് നടക്കുള്ളൂ, നമുക്ക് ആരെന്ത് ഉപദ്രവം വിചാരിച്ചാലും അള്ള തന്നാലേ നമുക്കത് വരുള്ളൂ എന്ന വിധിവിശ്വാസത്തിൻ്റെ അവർക്കറിയുന്ന ഭാഷയിലുള്ള വിവരങ്ങൾ, ഇങ്ങനത്തതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ അങ്ങനത്തെ രംഗങ്ങളിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഭയം തോന്നുന്ന കുട്ടികൾ നമ്മൾ ചേർത്ത് പിടിക്കണം. അതായത് വാപ്പിമ്മയൊക്കെ എന്ത് ചെയ്യുക, ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ട്, നീ ഒന്നും പേടിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവരെ കൂടെ നിന്നിട്ട് നമുക്ക് ധൈര്യം നൽകാൻ പറ്റും. അതേപോലെ തന്നെ നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ നല്ല ധൈര്യവും ബോധം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഗതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇത്തരം ചില കുട്ടികളൊക്കെ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഈ വീട്ടിൽ ഈ വാപ്പയും ഉമ്മയും ഫൈറ്റിലാവുന്ന വീടുകൾ ഉണ്ടാവുമല്ലോ, ഭയങ്കരമായ എപ്പോഴും കച്ചറ, എന്നിട്ട് ഉമ്മ കരയുക, വാപ്പ ഭയങ്കര ക്ഷോഭിച്ച് വരിക, ചിലപ്പോൾ ഉമ്മൻ്റെ മുടി പിടിച്ച് വലിക്കുക, ഭയങ്കര സീനുകൾ സൃഷ്ടിക്കുക. ഇതൊക്കെ കണ്ടാൽ ആ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ചികിത്സിച്ചാൽ പോലും അവരെ തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ല. കാരണം ഒന്ന്, ഈ അക്രമാസക്തമാകുന്ന ആള് കുറിച്ചുള്ളൊരു ഭയം കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ അവരേറ്റവും സ്നേഹിക്കുന്ന ഉമ്മയ്ക്ക് നേരെയാണ് ഇത് നടക്കുന്നത്, മനസ്സിലേ. പിന്നെ രണ്ടിലും ബഹളം വരുമ്പോൾ വീട്ടിൽ ആ സമാധാന അന്തരീക്ഷം പോകുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വളർന്ന കുട്ടികളിലും നമ്മൾ എന്ത് ചെയ്യും, അസാധാരണമായ അബ്നോർമലായിട്ടുള്ള പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, ഭയങ്ങൾ കാണും. ഈ കുട്ടിയിലൊരു മരണത്തിൻ്റെ ചിന്ത എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനത്തെ ഒരു അസ്വസ്ഥമായ മനസ്സുകളിൽ നിന്ന് വരുന്ന കാര്യമാണ്. അത് ഒന്ന് പേടിയിൽ നിന്ന് മരണചിന്ത വരാൻ കാരണം, ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളൊരു കാര്യത്തെ ഭയപ്പെടുമ്പോൾ അതെനിക്ക് വരാതിരിക്കാനുള്ള മാർഗം എന്താ, ഞാൻ ഇല്ലാതാവുക.
എപ്പോഴും വിഷമങ്ങൾ വരുന്ന ആൾക്കാർ ചിന്തിക്കണാണ്, വിഷമം വന്നാൽ ഞാൻ മരിച്ചു പോയാൽ മതിയല്ലോ. യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയ്യൻ മൻസിയ്യ. ഞാൻ മരിച്ചു പോയാൽ എനിക്കിതൊന്നും അറിയണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, മരണത്തിലൂടെ എനിക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന്. അതേപോലെ തന്നെ മരണ ഭയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, മരിക്കോ എന്നുള്ള പേടി അവിടെ മനസ്സിൽ വരും. അപ്പോൾ കുട്ടികളുടെ മനസ്സിന് ആ നിർമ്മലമായിട്ടുള്ള ആ പിഞ്ചു മനസ്സുകളിൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകളെയും സാഹചര്യങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്യുക, വിട്ടു നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ്. പിന്നെ അവർക്ക് ആത്മധൈര്യം നൽകുന്ന ആശയങ്ങളും കഥകളുമൊക്കെ അവർക്ക് നൽകുക. അവരെ നമ്മൾ നന്നായിട്ട് ചേർത്ത് പിടിക്കുക. നമ്മളാണ് അവിടെ ധൈര്യം, ഉപ്പണ്ടല്ലോ അടുത്ത്, ഉമ്മണ്ടല്ലോ അടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ധൈര്യം നൽകുക. ഇപ്പോൾ ഒരു പരിധി വരെയൊക്കെ കുട്ടികളുടെ മാനസിക സ്ഥിതിയെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.